നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാതലോണിൽ പോയി സ്കേറ്റിംഗ് ബോർഡ് മേടിച്ച വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇന്ന് നമ്മൾ ആ സ്കേറ്റിംഗ് ബോർഡിൻ്റെ അൺബോക്സിങ് ഒന്നും അല്ല, അൺബോക്സ് ചെയ്യാണ്ടൊന്നും അല്ല, ബോക്സിലൊന്നും അല്ല സാധനം. അന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നു ഏത് സ്കേറ്റിംഗ് ബോർഡാണ് ഞാൻ മേടിച്ചതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ മേടിച്ച സ്കേറ്റിംഗ് ബോർഡ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ സ്കേറ്റിംഗ് ബോർഡാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഈ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്കേറ്റിംഗ് ബോർഡാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ബോർഡ് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ബിച്ചുവിൻ്റെ വീട്ടിലാണുള്ളത്. ആളവിടെ പോസ്റ്റ് അടിച്ചിരിക്കൊണ്ട് ആൾ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി കീബോർഡും ഗിറ്റാറൊക്കെ എടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോയിലോട്ട് ആദ്യത്തെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറൊക്കെ കീറിക്കളായിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ കത്തി ഇവിടെയുണ്ട്, നമുക്ക് ഇതിനൊന്ന് കീറി പൊട്ടിക്കാം. മാറ്റി പഠിച്ചാൽ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് കവറൊക്കെ പൊട്ടിച്ച് നല്ല ക്ലീനാക്കി ഇടണുണ്ടോ. നല്ല കളർഫുൾ സാധനമാണ്. നീല, ഈ കളറിന് വരണം, ഓറഞ്ച്, നല്ല കിഡുവ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ബിഗ്യാമ്പ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആണിത്. അപ്പോൾ നമ്മൾ രക്കാത്തിലാണ് മേടിച്ചത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് കൂടുതലും നമ്മുടെ ഈ റോഡിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സാധാ നോർമൽ സ്കേറ്റിംഗ് ബോർഡല്ല, ഇത് ക്രൂസർ സ്കേറ്റിംഗ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ ഇതാണ് സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഡെക്ക് എന്ന് പറയുന്ന സംഭവം. ഈ ബോർഡിൻ്റെ ഡെക്ക് വരുന്നത് പോളിപ്രൊപ്പലിൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഡെക്കാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ വീലെന്ന് പറയുന്നത് നല്ല സൂപ്പർ സ്മൂത്ത് വീലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കേരളത്തിലെ കുണ്ടും കുഴിയൊക്കെയുള്ള റോട്ടിൽ കൂടി ഓടിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി വീലാണ്. അപ്പോൾ ഇതിൻ്റെ വീല് വരുന്നത് പോളിയുർത്തീൻ എന്നും പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വീല് വരുന്നത് കേട്ടോ. നല്ല സ്മൂത്താണ്, നല്ല പഴം പോലെ ഒഴുകേണ്ട. പിന്നെ ഇതിൻ്റെ ബെയറിങ്സ് വരുന്നത് ABE7 എന്ന് പറഞ്ഞിട്ട് ഒരു ബെയറിങ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെയറിങ്സ് ആണ്. അപ്പോൾ നല്ല സൂപ്പർ സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ട്രക്സ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ട്രക്സ് എന്ന് പറയുന്നത്. അലുമിനിയം ട്രക്സ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ നൈസായിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇടിച്ചിടുന്നത് ബൈ. ആ വണ്ടി ഓടിക്കാം. ഇപ്പോൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ട് 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ റോഡിൽ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇവിടെ സന്ദീപ് ബ്രോ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കേറ്റിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെ കൂടുതൽ കാണിച്ചു തരാം. സംഭവം വെറുതെ പൊള്ളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിച്ചുവിൻ്റെ വീട്ടിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അവിടെ വീട്ടിൻ്റെ അകത്ത് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്ത് മുറ്റത്തെ ടൈലുകളൊക്കെ ഇട്ട് സ്മൂത്തൻ പ്രാക്ടീസൊക്കെ ആയിരുന്നു. മിച്ചുവിൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് സംഭവം അധികം വളക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം പുറത്ത് റോഡിലോട്ടൊക്കെ ഇറക്കാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സംഭവം സെറ്റായി വളക്കാനൊക്കെ പഠിച്ച് സംഭവം കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച്
ഓടിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ റോഡ് ലാഡറൊക്കെ. വളക്കാനും തിരിക്കാനും എന്ന് പറയാണ്ട് റോഡ് ലാഡറൊക്കെ വെറുതെ സീനായിരിക്കും. വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് വളക്കാനൊന്നും പറ്റാൻ വരും. കാരണം കുറച്ച് പ്രാക്ടീസായി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ടിപ്പറൊക്കെ പോകുന്നത്. ഏകദേശം സൈഡൊക്കെ കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധനം റോഡ് ലാഡറൊക്കെ. നമ്മൾ വീടിനടുത്തുള്ള ഈ റോഡിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം വെറുതെ നൈസ് പരിപാടിയാണ്. നമുക്ക് പുഷ് ചെയ്യാനാണ്, കൺട്രോളിങ്ങൊക്കെ നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് പുഷ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് ബാലൻസ് ആക്കേണ്ടത്. നമ്മൾ മര്യാദക്ക് പുഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാലിൽ നിന്ന് സാധനം തെന്നി വല്ലവഴിക്കായിട്ട് മുമ്പ് പോകും. അതാണ് പ്രശ്നം. നമ്മൾ പുഷിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുഖ്യമായിട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് മേടിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിക്കുക. സംഭവം വളരെ ആദ്യം നമുക്ക് പാടായിട്ടൊക്കെ തോന്നുമെങ്കിലും സംഭവം സൂപ്പറാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഒന്നൊരു ബാലൻസ് ആയി കഴിഞ്ഞാൽ കിട്ടുമായിട്ട് നമുക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈസിയാണ്. പിന്നെ ഇപ്പോൾ ഞാനിത് കൊണ്ട് വീട്ടിൽ വന്ന് റോട്ടിൽ കോട്ടിറക്കിയിട്ട് നേരെ സന്ദീപ് റോഡിലേക്കായിട്ട് പോയി. സന്ദീപ് റോഡ് കഴിച്ചിട്ട് സന്ദീപ് റോഡിലേക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഇത് കണ്ടിട്ട് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ട് 5 രൂപ എൻ്റെ അടുക്കൽ നിന്ന് മേടിച്ച് ആദ്യം ഓടിക്കാനൊക്കെ നോക്കിയേ. പക്ഷേ പുള്ളിക്ക് ബാലൻസ് ഇല്ലാതെ കാരണം ആദ്യമൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ പുറകെ ബസ് തന്നെ. പിന്നെ സൈഡ് നമ്മൾ സന്ദീപ് റോയ്ക്ക് ആദ്യം ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ അതേ കയറ്റി നോക്കിയിട്ട് കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ടാണ് കൈ കൊണ്ടൊക്കെ ഞാൻ പുള്ളി കയറി നിന്ന് എന്നിട്ട് ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുത്ത് ഒന്ന് കയറ്റി തള്ളിച്ചൊക്കെ നോക്കി. അപ്പോഴാണ് പുള്ളിക്ക് കൂടുതൽ ഇഷ്ടമായത്. പറഞ്ഞാൽ പുള്ളിക്ക് സന്ദീപ് റോയ്ക്കും ഇത് മേടിക്കണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ദീപ് റോയും കഴിഞ്ഞ ദിവസം ഞാനും സന്ദീപ് റോയ്ക്ക് എൻ്റെ സ്കേറ്റിംഗ് പോയി ഞാൻ കൊടുത്ത് ഏകദേശം സംഭവത്തിനോട് ബാലൻസൊക്കെ ആയി. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ റെവല്യൂഷൻ ഇതിവിടെ സംഭവിച്ചു. എന്നെ കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് ഞാൻ മേടിച്ച് ചെയ്യാൻ കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് ഇപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ ഇത് മേടിക്കാൻ പോകാം, വീഡിയോയുടെ താഴെ 2-3 കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കൂട്ടുകാരൊക്കെ പോയി മേടിച്ച് അതൊക്കെ ഒരു വിലയൊക്കെ തിരക്കി. സന്ദീപ് റോയ്ക്ക് ഇത് മേടിക്കണമെന്നും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനും സന്ദീപ് റോയും കൂടെ പോയിട്ട് നമ്മുടെ ടെക്സാസിലാണെങ്കിൽ പോയിട്ട് പുതിയൊരു സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. പുതിയൊരു സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചാൽ അത് മേടിക്കാൻ പോണ വീഡിയോ അടുത്ത എന്തിനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ഒന്നും ഓടിക്കാൻ അറിയാൻ മേലായിരുന്ന ആളാണിത് സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചത്. ഈ വന്നത് ഉണ്ടോ, ഫോണുണ്ടോ? കണ്ടല്ലോ സന്ദീപ് റോ പോണ പോക്ക് കണ്ടല്ലോ. 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് കാണാൻ കേട്ടോ. 3 ദിവസം കൊണ്ട് ഒന്നും അറിയത്തില്ല. കയറി ബോർഡിൽ പോയി നിൽക്കാൻ പോലും അറിയാൻ മേലാതെയാണ്. ബോർഡിൽ കയറി നിൽക്കാനുള്ള ബാലൻസ് പോലും ഇല്ലായിരുന്നു. അതിൽ നിന്നാണ് 3 ദിവസം കൊണ്ട് ഇത്ര എന്തിലായിട്ട് പുള്ളി എത്തിയത് കേട്ടോ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ശ്രമിക്കുക. എന്നെക്കൊണ്ട് പറ്റത്തില്ല, വീഴുമെന്ന് പേടിച്ച് നിൽക്കാതിരിക്കുക കേട്ടോ. ഒന്ന് വളച്ചെടുത്താണ്. എനിക്കും വലിയ ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ 3 ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. എനിക്ക് കയറി നിൽക്കാനുള്ളൊരു ബാലൻസ് ഉണ്ടായിരുന്നു. വളക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ വളക്കാനൊക്കെ പഠിച്ച് സംഭവം ഈസിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വളരെ നല്ലൊരു അനുഭവമായിരിക്കും, നിങ്ങൾക്ക് പൊളിയായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കുറച്ച് ഗോപ്രോ വെച്ചുള്ള കുറച്ച് ഷോട്ട്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. ഞാൻ ഗോപ്രോ ഇപ്പോൾ സെറ്റായിട്ട് ഗോപ്രോ മോഡിൽ കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മളെ ഗോപ്രോയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയുണ്ട് സംഭവം. നൈസാണോ?
ഇത്രയുള്ള പരിപാടി വലിയ പാടൊന്നുമില്ല. സ്പീഡ് പറയുമ്പോൾ 2 പുഷ് പുഷ് ചെയ്യാം. സംഭവം ഈസിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ പോകണം, നമ്മൾ ഹൈഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൽ നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ വേണുണ്ട്, കാരണം നമ്മൾ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു യൂട്ടേൺ എടുക്കാം. ആ യൂട്ടേൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരെണ്ണം കൂടെ എടുക്കാം. കാറ് വേണണ്ടേ. അതിനനുസരിച്ചായിരുന്നല്ലോ. പുഷൊക്കെ ഏകദേശം കിട്ടി വരുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഏകദേശമൊക്കെ കിട്ടി വരുന്നുണ്ട്. ആദ്യം നല്ല കേത്തക്കം ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കുന്ന സമയത്ത്. നമ്മൾ 2 പുഷ് ചെയ്യുമ്പോൾ തന്നെ കേത്തക്കുമായിരുന്നു നന്നായിട്ട്. ഇപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കുക. സന്ദീപ് ബ്രോ അവിടെ പഠിക്കണണ്ട, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ശരി, നമ്മൾ സ്കേറ്റിംഗ് ബോർഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് ബ്രോ സ്കേറ്റ് ചെയ്ത് പോകണം. അങ്ങനെ 2 കൂടെ സ്കേറ്റിങ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു വായ അറിയാതിരുന്ന ആളാണ് ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകണമെന്ന് നിങ്ങൾ മനസ്സിലാണ്. കണ്ടല്ലോ അന്നെ വരവ് കണ്ടല്ലോ. വീടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്കേറ്റിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കേറ്റിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ സ്കേറ്റിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പേടിച്ച് പഠിക്കാണ്ടിരിക്കണവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. വീഴുവെന്ന് പേടിച്ചിട്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കാൻ പോകില്ല. വീഴുവെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാൻ എപ്പോൾ ഇറങ്ങിയാലും വീണിരിക്കും, 100% ഉറപ്പാണ്. വീണെന്ന് നമ്മൾ സൈക്കിളേ തൊട്ട് പഠിക്കാനാണെങ്കിൽ ആദ്യമായിട്ടൊന്ന് പഠിക്കുമ്പോൾ വീണിരിക്കും.
അത് എന്ത് സാധനത്തിൽ അങ്ങനെ ഒന്ന് ഒരു വീഴ്ചയിൽ നിന്ന് ഉയർച്ചയുള്ളത്. അതെ അതെ, നമ്മുടെ ഷാരപ്പൻ 10 മിനിറ്റ് കൊണ്ട് സാധനം കയറി, അവൻ കയറി ബാധിക്കാൻ പോലും അറിയാതിരുന്നവനാണ്. അവൻ തന്നെ സംഭവം ഓടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കയറി ആൾ ബാലൻസ് ഒക്കെ ചെയ്ത് അങ്ങാടിയോട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവനും മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് ബ്രോയ്ക്ക് മേടിച്ച സ്കേറ്റിംഗ് ബോർഡാണ് പുള്ളി ഓടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണ്, നമ്മുടെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ 4 ദിവസം കൊണ്ട് ഇവനുണ്ടായ പരിക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അമ്മാതിരി ഓടിക്കലാണ് ഓടിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും സ്കേറ്റിംഗ് ബോർഡാകുമ്പോൾ ഒരച്ചിലും നമ്മൾ ഷോക്കേസ് വെച്ചുകൊണ്ടിരിക്കാനുള്ള സാധനമല്ലല്ലോ. ഒരച്ചിൽ ചില പ്രൊഫഷണലൊക്കെ ചെയ്യണമെന്നാന്ന് വെച്ചാൽ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ട് ആദ്യം നിലത്തിട്ട് ഒരക്കുണ്ട് ചെയ്യണവർ. അവർക്ക് അതിൻ്റെ ആ ഒരു സ്മൂത്ത് എന്ത് കിട്ടാനായിട്ട് എന്തായാലും അത് ഒരയും. അപ്പോൾ പിന്നെ ഉരച്ചിട്ട് തന്നെ അങ്ങോട്ട് എടുക്കാമെന്നല്ലാന്ന് ഓർത്തിട്ട് അവർ ആദ്യം തന്നെ കൊണ്ടായിട്ട് ഉരച്ചിട്ട് സ്ക്രാച്ചൊക്കെ വീട്ടിൽ കിടക്കുന്നത്. പിന്നെ ഉരഞ്ഞാൽ പോരുന്നത് എൻ്റെ സ്കേറ്റിംഗ് ബോർഡ് ഞാൻ ഉണ്ടാക്കിയ പാടുകളൊക്കെ കാണിച്ചു തരാം കേട്ടത്. ഇവിടെ കണ്ടോ, ഇതുകൊണ്ട് ഞാൻ ഗേറ്റ് ഇട്ടിടിച്ചാണ്. ഗേറ്റ് ആയിട്ടിടി, പോസ്റ്റ് ആയിട്ടിടി, മതിലായിട്ടിടി, വീടിൻ്റെ അകത്ത് ഫിറ്റ് ആയിട്ടിടി, പിന്നെ റോട്ടി ഫ്രണ്ട് പൊക്കി ബാക്ക് ഒരക്കല്ലിത്. ഇതൊന്നും ഞാൻ മനപ്പൂർവ്വം ഇറക്കണുണ്ടല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തെന്നി ഒരേണമാണ്. ഇവിടെയൊക്കെ കുറേ സ്ക്രാച്ചുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ മുഴുവൻ സ്ക്രാച്ച്. 3 ദിവസം കൊണ്ട് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വരികയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ലെക്കാത്തിലുള്ളിൽ നിന്ന് മേടിച്ചാണ്. 2 വർഷം ഇതിന് വാറണ്ടി അവർ തരുന്നുണ്ട്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ വീലിന് അങ്ങനെ വല്ലതും പറ്റുവാണെങ്കിൽ അവർ റിപ്പയർ തരും. നമ്മുടെ ഈ ഡെക്ക്, നമ്മൾ കയറി നിൽക്കുന്ന സാധനമില്ല, അതിനാണ് ഡെക്ക് എന്ന് പറഞ്ഞത്. ഡെക്ക് വട്ടം ഒടിഞ്ഞ് പോകണമെങ്കിൽ പുതിയ സ്കേറ്റിംഗ് ബോർഡ് നമുക്ക് തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 വർഷം വാറണ്ടിയോടുകൂടി. കണ്ടോ സന്ദീപ് ബ്രോ സ്കേറ്റിംഗ് ബോർഡൊക്കെ പഠിച്ചിപ്പോൾ അതൊക്കെ വിട്ടിട്ട് പുതിയ ഐറ്റങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 സ്കേറ്റിംഗ് ബോർഡ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. സന്ദീപ് ബ്രോയും മേടിച്ചിട്ട് ഷാരപ്പനെ കൂടെ പഠിപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ 3 പേർക്കും കൂടെ സ്കേറ്റ് ചെയ്യാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ റെവല്യൂഷൻ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടിക്കണ കണ്ട് 3ാമതൊരാൾക്ക് അല്ലെങ്കിൽ 2ാമതൊരാൾക്ക് ഓടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കേറ്റിംഗ് എല്ലാവരും ഒന്ന് പഠിച്ചെടുക്കുക. നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലറായിട്ടുള്ള സംഭവമല്ല ഈ സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്കേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടും പേടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കണവർ തീർച്ചയായും സ്കേറ്റിംഗ് ബോർഡ് മേടിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കാനായിട്ട് ഒന്നുമില്ലെന്ന് നമ്മൾ തെളിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. കറക്റ്റില്ലേ? അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.